ഞാൻ ഈ പറയുന്ന വീഡിയോയിലെ പോയിന്റുകൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നമ്മളിപ്പം ബലൂചിസ്ഥാൻ വേഴ്സസ് പാകിസ്ഥാൻ എന്നാണ് നമ്മൾ കൂടുതൽ വായിക്കുന്നത്, അറിയുന്നത്, വാർത്തകളിലൊക്കെ കാണുന്നത്. പക്ഷെ അതിനകത്തൂടെ മറ്റൊരു സംഭവം വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട സംഭവം നിങ്ങൾക്കറിയാം, ബലൂചിസ്ഥാനാണ് പാകിസ്ഥാനിലെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ മിനറൽസും LNG ഏറ്റവും കൂടുതലുള്ള പ്രദേശമാണ് ബലൂചിസ്ഥാൻ. അപ്പൊ ബലൂചിസ്ഥാനിൽ ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ്, നമുക്ക് ഗദാർ പോർട്ട് നിങ്ങൾ കേട്ട് കാണും, കാരണം ചൈനയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ബലൂചിസ്ഥാനിൽ ചൈന എയർബേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു, നിങ്ങൾ കേട്ട് കാണും. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, അതേപോലെ നിങ്ങൾ കേട്ട് കാണും ചൈന പാകിസ്ഥാൻ റെയിൽവേ ലൈൻ, ഏറ്റവും ഫാസ്റ്റസ്റ്റ് റെയിൽവേ ലൈൻ, ഏകദേശം 200 കിലോമീറ്റർ വേഗതയിലുള്ള റെയിൽവേ ലൈൻ ചൈനയിലോട്ട് പോകുന്നു സാധനങ്ങൾ കൊണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല വാർത്തകളും നിങ്ങൾ കേട്ട് കാണും. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ചൈനയ്ക്ക് ഏറ്റവും കൂടുതൽ ലോകത്ത് സെറ്റ് ബാക്ക് കിട്ടിയത് ഈ ബലൂചിസ്ഥാനിൽ. അത് ഉണ്ടായതിൻ്റെ കാരണം 2020 ശേഷമാണ്. നിങ്ങളത് ഞാൻ ഈ പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ദ ലൈൻ നിങ്ങൾ മനസ്സിലാക്കണം എന്തൊക്കെയാണ് സംഭവിച്ചത്. എന്താണ് 2020 പ്രത്യേകത? 2020 ചൈനീസ് ഫോഴ്സ് ഗാൽവനിൽ ഡിപ്ലോയ് ചെയ്യുന്നത്, അകത്തോട്ട് കയറുക നമ്മുടെ അകത്തോട്ട്. ഇപ്പോഴൊരു മാറിപ്പോയി. അപ്പൊ ഇതേ സമയം അതിനുശേഷമാണ് 2021 ബലൂച്ച്, അതായത് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി, അവര് ഒരുമിച്ച് കൂടി നിന്ന് ഈ ചൈനക്കാർക്കെതിരെ അറ്റാക്ക് തുടങ്ങി ബലൂചിസ്ഥാനിൽ. അപ്പൊ നിങ്ങൾ മനസ്സിലായിക്കോണം ആരാണ് പിറകിലെന്ന്. കാരണം പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ആരാണ് പിറകിലെന്ന് മനസ്സിലായിക്കോണം. 2020 ഗാൽവന് ശേഷം 2021 ബലൂച്ച് ലിബറേഷൻ ഫണ്ടും അവിടെയുള്ള മറ്റ് പല ഗ്രൂപ്പുകളും ചൈനയെ അടിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് ഈ ബലൂച്ച് ലിബറേഷനുമായിട്ട് ബന്ധപ്പെട്ട അവിടെ പ്രത്യേക ഗ്രൂപ്പുകളുണ്ട്. ഈ മജീദ് ബ്രിഗേഡ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പാണ് ഈ ട്രെയിൻ ഹൈജാക്ക് ചെയ്തത്. ഇവർ ബേസിക്കലി ചൈനയ്ക്ക് സെക്യൂരിറ്റി കൊടുക്കുന്ന ജോലിയായിരുന്നു ബലൂച്ചിന്. ഈ 2021-22 സമയത്താണ് ഈ വിഘടിച്ച് നിൽക്കുന്ന പല ഗ്രൂപ്പിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. അത് ബലൂച്ച് നാഷണലിസം ഇന്ത്യ പുറത്തോട്ട് കൊണ്ടുവന്നു. അതായത് ഒരു സൈഡിൽ നമുക്ക് പാകിസ്ഥാനുണ്ട്, അപ്പുറത്തെ സൈഡിൽ ചൈനയുണ്ട്. അപ്പം നിങ്ങൾ അന്നത്തെ ഒരു കാൽക്കുലേഷൻ നോക്കിക്കോണം. അന്ന് ഗ്ലോബൽ മീഡിയ ഒക്കെ പറഞ്ഞു ചൈന ചിലപ്പോൾ അമേരിക്ക ഓവർടേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, കാരണം ബിക്കോസ് ഓഫ് ബലൂചിസ്ഥാൻ. കാരണം ഇത്രയും മിനറൽസും LNGയും ഗോൾഡും കോപ്പറും സിങ്കും, അപ്പം അതിൻ്റെ ഏറ്റവും കൂടുതൽ ശേഖരമുള്ള സ്ഥലമാണ് ഈ ബലൂചിസ്ഥാൻ. അപ്പം അതിനുവേണ്ടിയാണ് ഗഡാർ പോർട്ട് അവർ ഉണ്ടാക്കിയത്, പാകിസ്ഥാൻ ചൈന എക്കണോമിക് കോറിഡോർ ഉണ്ടായി. ആ സമയത്തൊക്കെ ഇന്ത്യ വലിയ പ്രതിഷേധം പറഞ്ഞിരുന്നു. പക്ഷെ ഇതൊക്കെ ചൈന വളരെ പുച്ഛിച്ചങ്ങ് തള്ളി. അവർ ഭയങ്കര സംഭവമായ ചൈനയിൽ. അപ്പം ചൈനയുടെ ഒരു എസ്റ്റിമേറ്റ് അനുസരിച്ച് ഈ ബലൂചിസ്ഥാനിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഏകദേശം 80,000-ഓളം ചൈനീസ് എഞ്ചിനീയേഴ്സിനും ജോലിക്കാർക്കും അവിടെ ജോലി കിട്ടും. ഇഷ്ടം പോലെ ചൈനീസ് കമ്പനികൾ വളരെ ആക്റ്റീവാകും. ഇതൊക്കെ ആയിരുന്നു ഒരു സമയത്ത്. പിന്നീട് ഇപ്പം അറിയാൻ സാധിച്ചത്, ഇപ്പോൾ ചൈനയുടെ, അതായത് ഒരു സമയത്ത് അവിടെ ചൈനീസ് എഞ്ചിനീയേഴ്സും ലേബേഴ്സുമായിട്ട് ഏകദേശം 30,000 പേരുണ്ടായിരുന്നു പാകിസ്ഥാനിലെ ഗഡാർ പോർട്ടിലും ബലൂചിസ്ഥാനിലും. ഇന്നവർ ഏകദേശം 1000 പേരിൽ താഴെയേ ഉള്ളൂ. എല്ലാവരും ഓടിച്ചവിടുന്നു. ഏകദേശം 15ഓളം ചൈനീസ് എഞ്ചിനീയേഴ്സിനെയാണ് കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് ഈ ബലൂചിസ്ഥാൻ അടിച്ചു കൊന്നിരിക്കുന്നത്. സീനിയറായിട്ടുള്ള എഞ്ചിനീയേഴ്സ്. അവരുടെ ഏകദേശം 600ഓളം പ്രോജക്റ്റുകൾ ചൈനയുടെ, അത് കംപ്ലീറ്റ് അവർ നിർത്തി അങ്ങ് പോയി. കാരണം ഈ ചൈനീസ് ആൾക്കാരും ആ സിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരൊരു ഡാം അവിടെ പണിയാൻ തീരുമാനിച്ചു, ഹ്യൂജായിട്ട്. കാരണം ഇറിഗേഷൻ ആണെങ്കിലും ഹൈഡ്രോ പ്രോജക്റ്റും ഒക്കെ വെച്ചോട്ട് ആ സംഭവം വരെ ഇവർ പൊളിച്ച് നാശമായി കൊടുത്തു. അപ്പൊ ഈ ബലൂച്ചുകൾ ആള് മോശമാണോ നിങ്ങൾ ധരിച്ചോണം. പിന്നെ ഈ ഗഡാർ പോർട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഹ്യൂജായിട്ട് ചൈന പാകിസ്ഥാനും പണം കൊടുക്കുന്നുണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടി. കാരണം അവരത്ര ഇൻവെസ്റ്റും ചെയ്തു. പിന്നീട് അതേപോലെ റെയിൽവേ ലൈൻ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 6 ബില്യൻ്റെയാണ് റെയിൽവേ ലൈൻ.
എക്കണോമിക് പ്രോജക്റ്റ് ഹ്യൂജ് എക്കണോമി, ഇത് ഈ കോറിഡോർ പ്രോജക്റ്റാണ് ഈ സംഭവം. ഇതൊന്നും എവിടെയും എത്താൻ പറ്റിയിട്ടില്ല. പോർട്ട് മാത്രം ഓപ്പറേറ്റ് ആയി, പക്ഷെ അതിൻ്റെ ഹ്യൂജ് ആയിട്ടുള്ള സെക്യൂരിറ്റി പണം, അതായത് അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഈ പാകിസ്ഥാൻ ഗവൺമെന്റിന് കൊടുക്കുന്നതിൻ്റെ പേരിൽ ആ പോർട്ട് പോലും ഇപ്പം നഷ്ടത്തിലായി. പറയുന്ന പോലെ ഇവിടുന്ന് മൈനിങ്ങും പരിപാടിയും നടക്കുന്നില്ല. കാരണം അവിടെ ബലൂചിസ്ഥാൻ ആർമി അവരെ അങ്ങ് തോലയ്ക്കുക. എവിടെ ചൈനക്കാരനെ കണ്ടാലും വെടിവെക്കുക. അപ്പോൾ ഒരു ചൈനക്കാരൻ പോകുന്നത്, രണ്ടുപേരും പുറത്തോട്ട് പോരുന്ന 10-20 സെക്യൂരിറ്റി ആയിട്ടാണ് പോകുന്നത്. ഒത്തിരി കോൺവോയ് വാഹനങ്ങളുമായിട്ടാണ് പോകുന്നത്. അപ്പം മനസ്സിലാക്കുക എവിടുന്ന് എങ്ങോട്ട് ഈ പിക്ചർ പോയെന്ന്. അതായത് ബലൂച്ച് ലിബറേഷൻ ആർമിയെ കൊണ്ട് ആരുടെയൊക്കെ തോളെ കയറി. ഗാൽവന് വ്യക്തമായിട്ട് തിരിച്ചടി കൊടുത്തു. ചൈനീസ് ആർമി വന്ന് സെക്യൂരിറ്റി കൊടുത്ത് അവരവിടെ പരാജയപ്പെടണമെന്നുണ്ടെങ്കിൽ, ഞാനീ പറയുന്ന ബലൂചിസ്ഥാനിലെ ബോലൻ പാസുമായിട്ട് ബന്ധപ്പെട്ട് എക്കണോമിക് കോറിഡോറിൻ്റെ പണി, അതായത് അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ സമയത്ത്, കാരണം പാകിസ്ഥാൻ ആർമിയെ കൊണ്ടത് കംപ്ലീറ്റ് ചെയ്ത് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റാതെ ചൈനീസ് ആർമി വന്നു, സെക്യൂരിറ്റി ഫോഴ്സ് വന്നു. അവർ പോലും ഓടിപ്പോയി. കാരണം ആ ടെറൈൻ ഇവരുടെയാണ്, ബലൂച്ചിൻ്റെ ആണ് ടെറൈൻ. നിങ്ങൾ ഗദാർ പോർട്ടിനെ പറ്റി കേട്ടു. ഇതുമായിട്ട് ഇന്ത്യ വളരെ ശക്തമായ രീതിയിലാണ് പറഞ്ഞത്. ചൈന അവിടെ ബലൂചിസ്ഥാനിലും ഈ ഗദാർ എയർപോർട്ടിലൊക്കെ ബേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു, നേവൽ ബേസും അതേപോലെ തന്നെ എയർ ബേസും ഒക്കെ. അതുപോലെ അവർ ഉപേക്ഷിച്ചു പോയി. അതുകൊണ്ട് ഇത്രയും പേര് കൊല്ലപ്പെട്ടു, വളരെയധികം പേര് സീരിയസ് ആയിട്ട് ഇൻജേർഡായി. അവിടെയുള്ള ലോക്കൽ തൊഴിലാളികൾ, അതായത് ബലൂച്ചിലുള്ളവരും പാകിസ്ഥാനിലുള്ള ലോക്കൽ തൊഴിലാളികൾ, അവർക്ക് ജോലി ചെയ്യാൻ പേടിയ ലേബറായിട്ട് ആണ് ഇത് വെടിവെച്ച് കൊല്ലും. അതായത് ചൈന ഈ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ സറണ്ടർ ചെയ്തത് ബലൂചിസ്ഥാനിൽ. അത് മനസ്സിലാക്കണം. അപ്പോൾ ആ ഫൈറ്റേഴ്സ് അപ്പോൾ എത്ര സ്പെസിഫിക് ആയിട്ടുള്ള ഫൈറ്റ്. ഈ അടുത്ത സമയത്താണ് ഇത് കയറി അങ്ങ് അടിച്ചത്. കാരണം അവർക്ക് ഇപ്പം കഴിഞ്ഞിടയ്ക്ക് കറാച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ 3 ചൈനീസ് എഞ്ചിനീയേഴ്സ് വന്നിറങ്ങി. അവിടെ ഒരു സൂയിസൈഡ് ബ്ലാസ്റ്റ് നടത്തി. ചൈനയുടെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ സൂയിസൈഡ് ബ്ലാസ്റ്റ് നടത്തി. അതായത് ചൈനക്കാർ ശരിക്കും ഈ ബലൂചിസ്ഥാനുമായിട്ട് പേടിച്ചു പോയി. അപ്പം ഇവരെ നേരത്തെ പണം കൊടുത്ത് പല മൾട്ടിപ്പിൾ ഗ്രൂപ്പ് ആക്കാൻ ശ്രമിച്ചു. ആ ഗ്രൂപ്പിൽ അവർ സക്സസ് ആയിരുന്നു 2021 മുമ്പ്, അതായത് ഗാൽബന് മുമ്പ്. അപ്പം ആ സക്സസ് ആകുമ്പോൾ കൃത്യമായിട്ട് ഇന്ത്യ കയറി അങ്ങ് ഇടപെട്ടു. കാരണം നാഷണലിസവും സംഭവം എല്ലാം കളിച്ച് ഗെയിം കളിച്ച്, അതായത് ഒരു ഭാഗത്ത് പാകിസ്ഥാനെതിരെ, മറ്റേ ഭാഗത്ത് ചൈനയ്ക്കെതിരെ. ഈ മനസ്സിലാക്കേണ്ടത് ബലൂചിസ്ഥാൻ ചൈനയുടെ ബോർഡർ ഒന്നുമല്ല. ഇറാനും അഫ്ഗാനിസ്ഥാനും ഈ ബലൂചിസ്ഥാൻ ബോർഡർ എന്ന് പറയുന്നത്. അപ്പം ഏകദേശം 3000-ഓളം കിലോമീറ്റർ റോഡാണ് ഇവർ ബലൂച്ച്, അതായത് ഗോലൻ പാസ് വഴി കാരക്കോം ഹൈവേ എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും. ആ റൂട്ടിൽ ഇവർ പണിയാൻ ശ്രമിച്ചത്. അതിനെയാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന സംഭവം തകർത്തോടിച്ചത്. അത് എത്രയോ ബിസിനസ്സുകാർ, എത്രയോ സീനിയർ എഞ്ചിനീയേഴ്സും ഈ ചൈനയിൽ നിന്ന് വന്നവർ ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലായി കഴിഞ്ഞപ്പോഴാണ് അവർ തിരിച്ച് ചൈനയിലോട്ട് പോയത്. അപ്പോൾ ചൈനയുടെ ഒരു എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് 2025 വരുമ്പോൾ, അതായത് പ്രോപ്പറായിട്ട് ഈ ബലൂചിസ്ഥാൻ അതായത് മൈനിങ്ങും പരിപാടികളൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഏകദേശം 80,000-ഓളം ചൈനീസ് പുതിയ ആൾക്കാർക്ക് അവിടെ ജോലി കിട്ടും, ബിസിനസ് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് വരും. ഇതും കൊണ്ട് ചൈനയ്ക്ക് അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളെ ചലഞ്ച് ചെയ്യാം എക്കണോമിക്കലി. LNG ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിങ്ക് ഉണ്ട്, കോപ്പർ ഉണ്ട്. ഇതെല്ലാം ഉള്ള സ്ഥലമാണ് ഈ ബലൂചിസ്ഥാൻ. അവിടെയാണ് ഇന്ത്യ കയറി ഇടപെട്ടത്, ഗാൽവന് തിരിച്ചടി കൊടുത്തത്. ആ അറ്റാക്കിലാണ് ചൈനയുടെയും വെടിതീർന്ന് പോയത്. അപ്പം ഇതൊരു കാര്യം മനസ്സിലാക്കണം. അതായത് നമ്മൾ ഒരു ഭാഗത്ത് അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ മറ്റൊരു രീതിയിൽ ഇവരെ കയറി തകർക്കുക. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ചൈന പിന്നെ മുട്ടുപടക്കിയിട്ട് ഇന്ത്യയായിട്ട് സംഭാഷണത്തിന് വന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. അത് കാരണം ചൈനയ്ക്കും മനസ്സിലായി നമ്മൾ ഈ ഓപ്പറേഷൻ നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ, ചൈനയ്ക്കെതിരെ. കാരണം പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ചൈനയാണ്. അത് പല ഫോറങ്ങളും, പല ഇന്റർനാഷണൽ ഫോറങ്ങളും ഇന്നും പാകിസ്ഥാനിൽ കുപ്രസിദ്ധരായ പല ടെററിസ്റ്റുകളെയും ചൈന പറയുന്ന മനുഷ്യാവകാശ പ്രവർത്തകരെന്ന്. കാശ്മീരിനെ പറ്റി പറയുന്ന മനുഷ്യാവകാശം എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ബോർഡറാണ് ചൈന. അപ്പം തിരിച്ച് ചൈനയ്ക്ക് അതുവഴി ഒരു അടിയങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പം ഇപ്പം ഈ കാര്യത്തിൽ ചൈനയും വളരെ കൂളായി. കാരണം അവർക്ക് ബലൂചിസ്ഥാനിൽ തൊടാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഡാം,
അതേപോലെ കോളനികൾ വലിയ രീതിയിൽ ചൈനയുടെ ഒരു പാർട്ടാക്കി മാത്രം എടുക്കാവുന്ന രീതിയിൽ ബലൂചിസ്ഥാനെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അകത്ത് കയറാൻ ഇവർ ശ്രമിച്ചു. ഗാൽവൻ ശ്രമിച്ചു, ലഡാക്ക് ശ്രമിച്ചു. അവസാനം നമ്മൾ കയറി ഒരു പണു കൊടുത്തു. അത് ചൈനയ്ക്കും കിട്ടിയ അടി, പാകിസ്ഥാനും കിട്ടി. ഇതാണ് ഗെയിം പ്ലാൻ. അതായത് ഡിപ്ലോമസി ആണെങ്കിലും സ്ട്രാറ്റജി ആണെങ്കിലും എങ്ങനെയാണ് ഓരോ രാജ്യങ്ങളെയും പിടിച്ചു നിർത്തുന്നത്, എങ്ങനെയാണ് തിരിച്ചടി കൊടുക്കുന്നത്, അതിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ കൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏജൻസികൾ നടത്തിയ ഓപ്പറേഷൻ വൺ സക്സസ് ആയിരുന്നു. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ്, ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.